അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് പ്രത്യേകമായിട്ട് നൽകിയ ഒരു ദിക്റിനെ സംബന്ധിച്ചാണ്. സൂറത്തുൽ ബഖറയിലെ 156 വചനത്തിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഅ്മിനീങ്ങളായ, ക്ഷമാശീലരായ മുഅ്മിനീങ്ങൾ, അവർക്ക് എന്തെങ്കിലും പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതാണ്. നാം എല്ലാം അള്ളാഹുവിനുള്ളതാണ്, നമ്മുടെ എല്ലാത്തിൻ്റെയും മടക്കം അള്ളാഹുവിലേക്കാണ് എന്ന വചനമാണ് ക്ഷമാശീലരായ മുഅ്മിനീങ്ങൾ പറയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ സമുദായത്തിന് പ്രത്യേകമായിട്ട് നൽകിയ ഈ ദിക്ർ, വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ 3 നേട്ടങ്ങളാണ് അള്ളാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അള്ളാഹുവിൽ നിന്നുള്ള സലാമത്ത്, അള്ളാഹുവിൽ നിന്നുള്ള ഗുണം കിട്ടും, സലവാത്ത് കിട്ടും. 2, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത്, അനുഗ്രഹം കിട്ടും, കാരുണ്യം കിട്ടും. മൂന്നാമത്തത്, അള്ളാഹു തആലയിൽ നിന്നുള്ള ഹിദായത്ത് കിട്ടും. 3 നേട്ടങ്ങളാണ് അള്ളാഹു തആല പറയുന്നത്. ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം, അള്ളാഹുവിൽ നിന്നുള്ള ഗുണം അവർക്കുണ്ടാകും. വറഹ്മത്തുൻ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അവർക്കുണ്ടാകും. വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് ഹിദായത്ത് സിദ്ധിച്ചവർ. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് അവർക്ക് കിട്ടുകയും ചെയ്യും എന്നതാണ്. ഏതൊരു വിഷമം ഉണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വചനം ആരുടെ നാവിൽ വരുന്നുണ്ടോ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് ഉണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ഉണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് ഉണ്ട്. ഗുണം, കാരുണ്യം, അതുപോലെ തന്നെ സന്മാർഗം, ഇത് 3ഉം അവർക്ക് കിട്ടുന്നതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെയാണ് നമുക്ക് ഈ വചനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സൂറത്തുൽ ബഖറയിലെ 156, 157 വചനങ്ങളിലൂടെയാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.